ഹായ് എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ എള്ളിട്ട് ചക്ക വെച്ച ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മഴയാണ്, ചക്കയുണ്ട്, അതേപോലെ കുറച്ച് ഇറച്ചിയൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ബലിപെരുന്നാൾ കഴിഞ്ഞാൽ പൊതുവെ മുസ്ലിംസിൻ്റെ ഇടയിൽ ഉളിഹിയത്തിൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞിട്ട് കുറച്ചേറെ ഇറച്ചി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു 5-6 കെട്ട് ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം എല്ലൊക്കെ വരുന്ന പീസ് എടുത്തിട്ട് ചക്ക വെക്കാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് നെയ്യൊക്കെയുള്ള പീസ് എടുക്കണം കേട്ടോ, എല്ലൊക്കെയുള്ള ഒരു പീസ് എടുക്കണം. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് കുരുമുളകും, പിന്നെ കുറച്ച് ഗരം മസാല, ബീഫ് മസാല, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ അരമണിക്കൂറാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലാണ്, ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂറാണ് ഞാൻ വേവിച്ചെടുത്തത്. അപ്പോൾ തുറന്നപ്പോൾ കണ്ടില്ല, ആ ബീഫിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ചക്ക ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, ഉപ്പുണ്ടോയെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ചക്കയും ഇറച്ചിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 2-2.5 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ചക്ക വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലൊരു 3 വിസിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചക്ക വെന്ത് വരുന്നുണ്ട്. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു വിസിലും കൂടി എക്സ്ട്രാ കൊടുത്താൽ മതി കേട്ടോ. 3 വിസിൽ കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കിയാൽ വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു വിസിൽ കൂടി നമ്മൾ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 വിസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങയും കാന്താരിയും പെരുംജീരകം കൂടി അരച്ചെടുക്കണം. ഈ അരപ്പാണ് നമ്മൾ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാന്താരിയും പെരുംജീരകമാണ് തേങ്ങയിൽ ചേർത്തത്. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, വെള്ളമൊക്കെ കറക്റ്റാണ്. അപ്പോൾ വെള്ളം പോരാ, കുറച്ചും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ തവീനെ കൊണ്ട് നന്നായിട്ട് ചക്ക ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേ നമ്മളെ ചക്ക നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ആ ഉടച്ചെടുത്ത ചക്കയിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ആ അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ലൂസാക്കി എടുക്കാൻ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൂസാക്കി എടുക്കുമ്പോൾ നമ്മൾ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് എന്താ പറയണ്ടത്, ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ല എന്ന രീതിയിൽ നമ്മൾ വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ ചക്ക വെച്ചിട്ടുള്ളത്. അപ്പോൾ ബലിപെരുന്നാളൊക്കെ കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും എന്തുണ്ടാവും, ഇറച്ചിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ചക്കയൊക്കെ എല്ലാവിടെയും ഉണ്ട്. അപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ നല്ല മഴയത്ത് ചക്കയൊക്കെ തിന്നാൻ നല്ല രസമല്ലേ. അപ്പോൾ ഒരു കട്ടൻ ചായ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ചക്കയൊക്കെ തിന്ന് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ എന്നും വെക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.